Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തനി നാടനായിട്ടുള്ള ഒരു ചിക്കൻ കറി ആട്ടോ. മല്ലിയും മുളകും വറുത്തരച്ചിട്ട് അതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കറി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/4 കിലോ ചിക്കൻ, ഇത് എല്ലോട് കൂടിയതാണ്. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, 10 വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു വലിയ സവാള, അതേ വലുപ്പത്തിൽ തന്നെയുള്ള ഒരു തക്കാളി. സവാള ചെറിയ സവാള ആയതുകൊണ്ട് കേട്ടോ ഞാനിപ്പോൾ 2 എടുത്തേക്കണം. അപ്പം 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ അരിയുമ്പോൾ വലിയ പീസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. തക്കാളിയും അതുപോലെ തന്നെ വലുതായിട്ട് വേണം അരിയാനായിട്ട്. ഇത് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല വേണം. വേണ്ടിയിട്ട് 10 ചുവന്ന മുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, 7 ഗ്രാമ്പു, ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും സാധനങ്ങളൊന്ന് വറുത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുളക് ഞാൻ 10 ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയായിരുന്നു. അപ്പോൾ അത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളകിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം കേട്ടോ. ആദ്യമേ ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ എണ്ണയിലേക്ക് ഗ്രാമ്പു, കുരുമുളക്, കറുവപ്പട്ട, വറ്റൽമുളക്, മല്ലി, ഇത്രയും സാധനങ്ങൾ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പെരിഞ്ജീരകം മാത്രം ചേർത്തിട്ടില്ല, ബാക്കി എല്ലാ സ്പൈസസും ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. മല്ലിയും മുളകൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചൂടിൽ കിടന്നിട്ട് പെരിഞ്ജീരകം മൂത്തേച്ചാൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ പെരിഞ്ജീരകം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ സെയിം പാത്രം തന്നെ വെക്കുക. ഒന്ന് സ്റ്റൗ ഓൺ ആക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർക്കാം. ഇതിൻ്റെ ഒരു പച്ച ഫ്ലേവർ പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാള ചേർക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇറങ്ങി ഈ ചിക്കനൊന്ന് കുറച്ച് വേഗമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. തക്കാളി ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. അത് വലിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടിരിക്കുവാണേ. അതിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിയും മുളകും, അത് ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. ഇനി മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ചേക്കുന്ന ആ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു കുറച്ച് സമയം ആയിട്ടുണ്ട്. എന്തായി നോക്കാം. നമുക്ക് കുറച്ചും കൂടെ വേകാനുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും അടച്ചു വെക്കുന്നതാണ്. അടയ്ക്കുന്നതിന് മുന്നേ ഇതിനകത്ത് 1/4 വേവോളം ആയിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്ന തേങ്ങാപ്പാലാട്ടോ. ഇത് ഞാൻ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താണ്. അപ്പോൾ അങ്ങനത്തെ തേങ്ങാപ്പാലാണ്. അത് ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ അതിട്ട് തിളപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല.
നമ്മൾ തനിപ്പാലൊക്കെ എടുക്കുമ്പോഴാണ് തിളപ്പിക്കാൻ പാടില്ലാത്തത്. ഇനി ഈ തേങ്ങാപ്പാൽ കിടന്നിട്ട് വേണം ഈ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ ബാക്കിയും കൂടെ വേകാനായിട്ട്. ഇത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു കുറച്ച് സമയം ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി അപ്പോൾ അതുപോലെ നമ്മൾ ഒഴിച്ചേക്കണം കറി ഇപ്പോൾ നല്ലൊരു കുറുകിയ പരുവത്തിലുള്ള ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് വറുത്തിടാം കേട്ടോ. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും 5 ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, ഒരു ബ്രൗൺ കളറാകണം. ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിക്കാം. ഇത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആട്ടോ ഇത്. നല്ലൊരു കുറുകിയ പരുവത്തിലാട്ടോ ഇതിരിക്കുന്നത്. ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് കണക്കാണ് ഇരിക്കുന്നത്. ഇത് നാടൻ രീതിയിലുള്ള ഒരു വറുത്തരച്ച ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്